എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടുമുറ്റത്ത് പൂക്കളുണ്ടായി കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അത് ബുദ്ധിമുട്ടില്ലാതെ വലിയ കെയർ ഒന്നും കൊടുക്കാതെ പൂക്കൾ തരുന്ന കുറച്ച് ചെടികളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. പുതുതായി ചെടി വളർത്തുന്ന കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളർത്താവുന്ന കുറച്ച് ചെടികളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യം നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ലൻറ്റാന പ്ലാന്റ് ആണ്. വളരെ കോമൺ ആയിട്ട് എല്ലാ നാടുകളിലും കാണുന്നൊരു ചെടിയാണ്. അത് എല്ലാ സീസണിലും നമുക്ക് പൂ തരും. അത് എല്ലാ പ്രദേശങ്ങളിലും വളരും. അങ്ങനെ ചൂട് തണുപ്പ് അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ ഏത് കാലാവസ്ഥയിലും വളരുന്നൊരു ചെടിയാണ്. മഴക്കാലത്ത് കുറച്ച് പൂക്കളൊക്കെ കൊഴിയുമെങ്കിലും എപ്പോഴും നമുക്ക് അതിൽ നിന്ന് പൂ കിട്ടും. അതിൻ്റെ 10 കളർ വെറൈറ്റീസ് ഉണ്ട്. അതിന് നല്ല വെയിൽ ആവശ്യമാണ്. നമുക്ക് ചെടിച്ചട്ടിയിലും അതുപോലെ തന്നെ നിലത്താണെങ്കിലും അതുപോലെ ഹാങ്ങിങ് ബാസ്ക്കറ്റിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്താവുന്ന ഒരു ചെടിയാണ്. നിറയെ പൂ കിട്ടും. വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അത് നല്ല പ്ലാന്റിൻ്റെ നല്ല ഗ്രോത്തിനും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ പൂവിടാനും അത് സഹായിക്കും. ഒരു 5 വർഷം വരെയൊക്കെ ഈ പ്ലാന്റ് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഇതിൻ്റെ പൂവാണെങ്കിൽ ഒരു ആഴ്ച നമുക്ക് അത് നിൽക്കും. പൂവ് കൊഴിയാതെ തന്നെ അത് നിൽക്കും. ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നടാം. നമ്മൾ ഏത് ചെടി നടുമ്പോഴും ഒരു പോട്ടിംഗ് മിക്സ് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് വലിയ കെയർ ഒന്നും ആ ചെടിക്ക് കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. കമ്പ് മുറിച്ച് നട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചെടി എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാം. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് മെക്സിക്കൻ പെറ്റൂണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് ഒത്തിരി കോമൺ ആയിട്ടുള്ള ചെടിയല്ല. എങ്കിലും ചെടി ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ചെടിയെക്കുറിച്ച് അറിയാമായിരിക്കും. പ്രത്യേകിച്ച് സീസണൊന്നും ഇതിനില്ല. എല്ലാ സീസണിലും ഇത് പൂക്കും. എന്നാൽ മഴക്കാലങ്ങളിലും തണുപ്പ് കുറച്ച് കൂടുതലായിട്ടുള്ള കാലങ്ങളിലും ഇതിൻ്റെ പൂക്കൾ കുറച്ച് കുറയും. പക്ഷെ ചെറിയൊരു വെയിൽ കിട്ടിയാൽ തന്നെ ഇതിൽ നിറച്ച് പൂക്കൾ വരും. എല്ലാ ക്ലൈമറ്റിലും ഈ ചെടി വളരും. ഒരുപാട് പൂക്കൾ പിടിക്കുകയും ചെയ്യും. ഇത് പിങ്ക്, വൈറ്റ്, പർപ്പിൾ എന്നീ കളറുകളിലാണ് ഇതിൻ്റെ പൂ വരുന്നത്. കുറച്ച് 2 തൊട്ട് 3 ദിവസം വരെ ഈ ചെടിയുടെ പൂവ് നമുക്ക് നിൽക്കും. ഇത് ബോർഡർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും പിന്നെ ഹാങ്ങിങ് ബാസ്ക്കറ്റിലും ഒക്കെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ഒരു 5 തൊട്ട് 6 വർഷം വരെ നമുക്ക് ഈ ചെടി വളരെ ഹെൽത്തി ആയിട്ട് തന്നെ വളർത്താൻ പറ്റും. വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഈ ചെടി വിത്ത് വീണിട്ട് ഒത്തിരി ഇതിൻ്റെ തൈകൾ നമുക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്കതിൻ്റെ കമ്പ് ഒന്ന് മുറിച്ച് വെച്ചാൽ അത് എളുപ്പത്തിൽ തന്നെ പിടിച്ചു കിട്ടും. നമുക്ക് എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. അങ്ങനെ വളമോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. എന്നാൽ തന്നെയും നല്ല രീതിയിൽ പൂ തരും. ഒരു ബിഗിനറായിട്ട് ചെടിയൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ചെടിയാണ് ഇത്. നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വിങ്ക ആണ്. നമ്മൾ ചില നാടുകളിലൊക്കെ നിത്യകല്യാണി എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. വളരെ കോമൺ ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ നാടൻ വെറൈറ്റി എല്ലാ സ്ഥലങ്ങളിലും കാണാം. ഇതിന് പ്രത്യേകിച്ച് ഫ്ലവറിങ്ങിന് സീസണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാ സീസണിലും പൂ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് നല്ല വെയിലാണ് വേണ്ടത്. ഇത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ഇപ്പോൾ ഒത്തിരി കളറുകളിൽ കിട്ടുന്നുണ്ട്. അത് നമുക്ക് നിലത്താണേലും ചെടിച്ചട്ടിയിലും ഹാങ്ങിങ് ബാസ്ക്കറ്റിലും ഒക്കെ വെക്കാൻ പറ്റും. ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുന്നത് ഒരു 1-2 വർഷമൊക്കെ നല്ല രീതിയിൽ അത് നമുക്ക് വളർത്താൻ പറ്റും. പിന്നെ നാടൻ വെറൈറ്റി ആണെങ്കിൽ ഒരു 5 തൊട്ട് 6 വർഷം വരെ നമുക്ക് ഇത് നിൽക്കും. അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് കമ്പ് ഒടിച്ച് വെച്ച് നമുക്ക് വളർത്താവുന്നതാണ്. അതുപോലെ തന്നെ നാടൻ വെറൈറ്റി ആണെങ്കിൽ വിത്തൊക്കെ വീണ് അതിൻ്റെ തൈയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കിളിച്ച് കിട്ടുന്നൊരു ചെടിയാണ്. ഇതിന് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ വളമോ ഒന്നും വേണ്ട. എല്ലാ സീസണിലും പൂ തരുന്ന നല്ലൊരു നമുക്ക് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. അടുത്ത നമ്മുടെ ചെടി എന്ന് പറയുന്നത് ഇംപേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ ചൈനീസ് ബോൾസം. ഇതൊരു കോമൺ ചെടിയല്ല. ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല. മഴക്കാലത്താണെങ്കിൽ ഇതിന് പൂ ഒത്തിരി കുറവായിരിക്കും.
അതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ വയനാട്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇത് പിടിച്ച് കിട്ടും. അതേസമയം ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് പാടാണ് പിടിച്ച് കിട്ടാൻ. എന്നാലും നമുക്ക് നല്ല രീതിയിൽ കെയർ കൊടുത്താൽ അത് പിടിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ. എല്ലാ സീസണിലും നമുക്ക് പൂ കിട്ടും. പിന്നെ കുറച്ച് വെള്ളം ഇതിന് ഒത്തിരി കുറവ് മതി. നമ്മുടെ മഷിത്തണ്ട് പോലുള്ള ഒരു തണ്ടാണ് ഇതിന്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇത് അഴുകിപ്പോകും. ഡയറക്റ്റ് സൺലൈറ്റും ഇതിന് പറ്റത്തില്ല, ഒരുപാട് വെള്ളവും പറ്റത്തില്ല, അതുപോലെ ഒരുപാട് വെയിലും ഇതിന് പറ്റത്തില്ല. പിന്നെ കെയറിങ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒത്തിരി കളറുകളുണ്ട്. ഇവിടെ ആണെങ്കിൽ പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഈ മാസങ്ങളിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് തണുപ്പുള്ള സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കെയറും ഒക്കെ കൊടുത്ത് ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടും. അടുത്ത നമ്മുടെ ചെടി എന്ന് പറയുന്നത് റോസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയാണ്. ഇത് വർഷം മുഴുവൻ പൂ തരുന്നൊരു ചെടിയാണ്. എന്നാൽ ഡിസംബർ, ജനുവരി മാസത്തിൽ പൂക്കൾ കുറച്ച് കുറയും. എല്ലാ ക്ലൈമറ്റിലും വളരും. നല്ല വെയിൽ വേണമെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് പൂവിടത്തുള്ളൂ. 100-ലധികം വെറൈറ്റി നമുക്ക് റോസ് കാണാറുണ്ട്. താഴെയും ചെടിച്ചട്ടിയിലും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് പിടിക്കും. അതുപോലെ തന്നെ നാടൻ റോസ് ഉണ്ട്, അതുപോലെ ഹൈബ്രിഡ് റോസ് ഉണ്ട്. ഹൈബ്രിഡ് റോസിൻ്റെ കെയർ കുറച്ച് നല്ലതായിട്ട് നമ്മൾ കെയർ ചെയ്യണം. അതേസമയം നാടൻ റോസ് ആണെങ്കിൽ കാര്യമായ കെയറോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വെയിൽ കിട്ടിയാൽ തന്നെ നല്ലതുപോലെ പൂവിടുന്നൊരു ചെടിയാണ്. അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്കിത് വളർത്താം. ഇഷ്ടം പോലെ നമുക്ക് പൂക്കൾ ലഭിക്കുകയും ചെയ്യും. അടുത്ത നമ്മുടെ ചെടി എന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കെയാണ്. ഇത് ഒരു വള്ളിച്ചെടിയാണ്. ഇതിന് നല്ല വെയിൽ ആവശ്യമായിട്ടുള്ളൊരു ചെടിയാണ്. അതുപോലെ തന്നെ വെള്ളവും നല്ലതായിട്ട് വേണം. പിന്നെ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഇതിന് ഏറ്റവും പറ്റുന്നത്. അതുപോലെ ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പൂ പോലുള്ള പൂക്കൾ 4 ഇതളായിട്ട് വെള്ള കളറിലുള്ള പൂവാണ്. നല്ല കൊലയായിട്ട് പിടിക്കും. ഒരു ബൊക്കെയൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇതിൻ്റെ പൂ പിടിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കമ്പ് മുറിച്ച് നട്ടാണ് ചെയ്യുന്നത്. വർഷം മുഴുവൻ നമുക്ക് പൂ തരുന്ന ഒരു ചെടിയാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത നമ്മുടെ ചെടി എന്ന് പറയുന്നത് കാനാലില്ലിയാണ്, അല്ലെങ്കിൽ തോട്ടവാഴ, വാഴച്ചെടി എന്ന് പല പേരുകളിൽ ഇത് അറിയപ്പെടും. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താവുന്ന ഒരു ചെടിയാണ്. നല്ല സൂര്യപ്രകാശം ഇതിനാവശ്യമാണ്. പെട്ടെന്ന് പുതിയ തൈകൾ ഉണ്ടാവുകയും വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്താവുന്ന ഒരു ചെടിയാണ്. ഒരു പൂ കഴിഞ്ഞാൽ തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അടുത്ത പൂ കിട്ടും. അങ്ങനെ എപ്പോഴും അത് പൂ തരുന്ന ഒരു ചെടിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് വളർത്താവുന്ന ഒരു ചെടിയാണ്. അടുത്ത നമ്മുടെ ചെടി എന്ന് പറയുന്നത് മെലസ്റ്റോമ അല്ലെങ്കിൽ പ്രിൻസസ് ഫ്ലവർ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് നല്ലതുപോലെ പൂ തരുന്ന ഒരു ചെടിയാണ്. വൈറ്റ്, വയലറ്റ്, ലാവൻഡർ കളറുകളിലാണ് ഈ ചെടി ഉള്ളത്. അതുപോലെ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂ തരുന്നൊരു ചെടിയാണ്. വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നമുക്ക് പോട്ടിലും അതുപോലെ തന്നെ താഴെയും വെച്ചാൽ നല്ലതായിട്ട് പൂ പിടിക്കും. താഴെ വെക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ പൂക്കൾ കാണാറുള്ളത്. പോട്ടിൽ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ പൂ കാണും. അതുപോലെ എല്ലുപൊടി ഇതിന് നല്ലൊരു വളമാണ്. അതുപോലെ നമുക്ക് സ്റ്റെം കട്ടിങ്സിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ തൈകൾ നമുക്ക് കൂടുതലായിട്ട് വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും. പുതിയതായിട്ട് ചെടി വെക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത്. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ടെക്കോമ പ്ലാന്റ് ആണ്. വലിയ കയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വെയിൽ കിട്ടിയാൽ പൂക്കൾ കൊണ്ട് നിറയുന്നൊരു ചെടിയാണ്. ചെടിയാണെങ്കിലും നല്ല വെയിൽ കിട്ടുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കുലയായിട്ടാണ് ഇതിന് പൂവിടുന്നത്. നല്ല കളറുകൾ കുറേ ഉണ്ട്. റെഡ്, ഓറഞ്ച്, പിങ്ക്, അങ്ങനെ നല്ല കളറുകൾ. പിന്നെ ഒരു പൂവിൽ തന്നെ 2 ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. പൂ കാണാൻ നല്ല ഭംഗിയാണ്. കുറേ ദിവസം ഇതിൻ്റെ പൂവ് പൊഴിയാതെ നിൽക്കും. അതുപോലെ
ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സാണ് ഇതിന് കൂടുതൽ ആവശ്യം. അതുപോലെ നല്ലതായിട്ട് പ്രൂൺ ചെയ്താൽ പോട്ടിലും വളർത്താം. അതുപോലെ താഴെയാണെങ്കിൽ ഒരു കുഞ്ഞു മരമായിട്ട് വളർത്താം. കമ്പിന് ഒട്ടും കട്ടിയില്ല. അപ്പോൾ പോട്ടിൽ വളർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബുഷിയായിട്ടൊക്കെ വളർത്തിക്കൊണ്ട് വരാം. നിറച്ച് പൂവും കിട്ടും. ഒത്തിരി കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. എല്ലാ സീസണിലും പൂ കിട്ടുന്ന ഒരു നല്ലൊരു പ്ലാന്റാണ് ഇത്. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഹെലിക്കോണിയ പ്ലാന്റ് ആണ്. നല്ല ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഒരുപാട് തൈകൾ ഇതിൽ നിന്നുണ്ടാവും. ഇതിന് സീസണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ പ്ലാസ്റ്റിക് പൂ പോലൊക്കെ തോന്നിക്കും. മാർക്കറ്റിൽ ഇതിന് നല്ല ഡിമാൻഡാണ്. ബൊക്കയിലും കാർ ഡെക്കറേഷനും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് കാണാം. പിന്നെ കിഴങ്ങിൽ നിന്നാണ് ഇതിൻ്റെ തൈ ഉണ്ടാകുന്നത്. ഫ്ലവർ മാസങ്ങളോളം ഒഴിയാതെ നിൽക്കും. നല്ല വെയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂവിടും. പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടാത്ത ഒരു നല്ലൊരു ചെടിയാണ്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോ യൂസ്ഫുൾ ആയാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ചെടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുള്ളത് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.